ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഐസ് ക്യൂബിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഐസ് ക്യൂബാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നത്. കരിമങ്ങലയും കരുവാളിപ്പും ഒക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ സ്മൂത്ത് ആവാനൊക്കെ സഹായിക്കുന്നതാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. വറുത്തതായാലും കുഴപ്പമില്ല, ഇനി വറുക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പം പച്ചരിയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അത്ര അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വളരെ കുറച്ച് മതിയെങ്കിൽ 2 സ്പൂൺ പച്ചരിയുടെ പൊടിയൊക്കെ എടുത്താൽ മതി. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലോ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് സ്യൂട്ടായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പാല് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം പാലിൽ ബ്ലീച്ചിങ് ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറാനും സ്കിന്ന് നല്ലതുപോലെ ക്ലീൻ ആക്കാനും നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പാല് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത്ര പണിയുള്ളൂ. ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഫേസ് മാസ്ക് പോലെയൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഐസ് ക്യൂബ് ആക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് വെറുതെ എടുത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഐസ് ക്യൂബ് ആക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തണുപ്പോടുകൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഓപ്പൺ പോസിൻ്റെ സൈസൊക്കെ ചെറുതായിട്ട് നമ്മുടെ പോസിൻ്റെ സൈസ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരാനും ഒക്കെ ഇത് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐസ് ക്യൂബ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആൻറ്റി ഏജിങ് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് കിട്ടും. പിന്നെ മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനും പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. ഇനി ഇത് നമുക്കൊരു ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്ര എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു പ്രാവശ്യത്തെ യൂസിനാണെങ്കിൽ ഒരൊറ്റ ഐസ് ക്യൂബ് മാത്രമേ എടുത്താൽ മതി. ദിവസത്തിൽ 2 പ്രാവശ്യം ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കയ്യിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും തണുപ്പിൽ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടവലിലോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലോ ഒക്കെ പൊതിഞ്ഞിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അത്ര തന്നെ തണുപ്പ് തോന്നില്ല. പക്ഷെ മുഖത്താവുമ്പോൾ കുറച്ചും കൂടെ തണുപ്പായിരിക്കും. അപ്പോൾ തണുപ്പ് പറ്റാത്തവർ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾ കുറേ സമയം വെക്കരുത് കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പുണ്ടെങ്കിൽ അവിടെയും മസാജ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കറുപ്പൊക്കെ മാറിക്കിട്ടാനും ഒക്കെ അവിടുത്തെ ബ്ലഡ് സർക്കുലേഷനൊക്കെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടും ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ നിങ്ങൾക്ക് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ഐസ് ക്യൂബ് എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മസാജ് ചെയ്യുന്ന സമയത്ത് തണുപ്പായതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ സ്കിന്നിൻ്റെ കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. കുറച്ചൊന്ന് ഡാർക്ക് ആവുന്ന പോലെ ഉണ്ടാവും. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് തന്നെ ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഉടനെ തന്നെ കഴുകരുത്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം മാത്രം കഴുകിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് കൈ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. ഒരൊറ്റ യൂസ് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിറം വയ്ക്കാനും പാടുകളൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും സ്മൂത്ത് ആവാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ക്യൂബ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഈ ഒരു ഐസ് ക്യൂബിൻ്റെ മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്